യെസ്, കുറേ ലെസണിൽ കൂടെ നമ്മൾ കടന്നുപോയി. ഡിസൈൻ യുവർ സെൽഫ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓരോ ലെസനും ഞാൻ വളരെ ഇന്തൂസിയാസത്തോടു കൂടെ പറയുകയാണ്. ഇത് നല്ല ശ്രദ്ധയോടുകൂടെ കേട്ടിട്ട് ലൈഫിനകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരണം. വെറുതെ ശ്രീ ശാക്തീകരിക്കണം, അബലയാണ്, വാരിലിൻ്റെ പീസ് എന്ന് പറഞ്ഞിരിക്കാതെ നെക്സ്റ്റ് ലെവലിലേക്ക് വരണം. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്നൊരു സിനിമ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട, നീ അങ്ങ് ഇറങ്ങുക. ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കുറേ ടൂൾസിനെ പറഞ്ഞു തന്നു. ഈ ടൂൾസൊക്കെ റെഗുലറായിട്ട് റിഹേഴ്സൽ ചെയ്യുക. ഞാൻ പറഞ്ഞു 21 ഡേയ്സ് നിങ്ങൾക്കിത് പോകാൻ പറ്റുവാണെങ്കിൽ ഇത് മാറ്റം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഒരു വിഷ്വലൈസേഷനെ കണക്റ്റഡ് ആയിട്ട് ലെസനാണ്. വിഷ്വലൈസേഷനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുക. അതായത് എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. അതായത് ആദ്യം എന്തും സൃഷ്ടിക്കപ്പെടുന്നത് മനസ്സിലാണ്, അതിനുശേഷമാണ് ആക്ച്വലി സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെടുക എന്നാണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്. പിന്നെയാണ് അത് ആക്ച്വലി ഉണ്ടാക്കുന്നത്. എന്ത് കാര്യവും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വിഷ്വലൈസിങ് ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഉപയോഗിക്കുക. ഇതിന് കൂടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ബി വിത്ത് നേച്ചർ എന്നതിന് പറയുന്ന ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ വേറെ വേറെ ഫ്രീക്വൻസിയിൽ പോയിട്ട് പലതരത്തിലൊക്കെ ട്രാവൽ ചെയ്തൊക്കെ വരുന്ന സമയത്ത് തിരിച്ച് കാമായിട്ട് നമ്മുടെ സെൻസുകളെ ഫ്രീ ആക്കിയിട്ട്, സെൻസുകളെ സ്ലീപ്പിലേക്ക് കൊണ്ടുവന്നിട്ട്, സെൻസുകളെ ഉൾവലിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മളിലേക്ക് മാത്രമായിട്ട് അല്പസമയം ഇരിക്കുന്നതിന് പ്രോസസ്സിനെയാണ് പറയുന്നത് മെഡിറ്റേഷൻ. അതായത് സെൻസ്, ഇപ്പോൾ ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫ്ലൈ ഇവിടെ പറന്നാൽ ഞാനത് അറിയും. കാരണം എൻ്റെ സെറിബ്രം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അതിനെ കണ്ടെത്തും. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സെൻസുകൾ ആക്ട് ചെയ്യും. എൻ്റെ കണ്ണിലേക്ക് വരുന്നേക്കാൾ മുൻപ് എൻ്റെ കണ്ണടയും. ഇതിന് സെൻസ് വളരെ വിജിലൻ്റാണ്. അതായത് സെൻസുകൾ ഇതിനു വേണ്ടി വളരെ അധികം സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സെൻസുകളെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചിട്ട് ബോധപൂർവം ഉറങ്ങുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്ലി സ്ലീപ്പ് ചെയ്യാണ്. ശരിക്കും ഉറങ്ങുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകുന്നുണ്ടല്ലോ, പക്ഷെ അവിടെയും ഉറങ്ങുന്നില്ല ശരിക്കും സത്യത്തിൽ. അതൊന്ന് റിയലൈസ് ചെയ്യണം. അതായത് നമുക്ക് 2 മൈൻഡുണ്ട്. ഒന്ന്, ഞാൻ ചുറ്റുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന എൻ്റെ കോൺഷ്യസ് മൈൻഡ്. അതായത് ഞാൻ സംസാരിക്കുമ്പോഴും ഇനി അടുത്ത് എന്താ സംസാരിക്കേണ്ടത് ഞാൻ ആലോചിക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ കോൺഷ്യസ്ലിയാണ് ഞാൻ നിൽക്കുന്നത്. ആ കോൺഷ്യസ്ലി നിൽക്കുന്നതാണ് എൻ്റെ കോൺഷ്യസ് മൈൻഡ്. മറ്റൊരു മൈൻഡ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് ഇത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡ് 5%, സബ് കോൺഷ്യസ് മൈൻഡ് 95%. അതുകൊണ്ടാണ് തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ ചില സബ് കോൺഷ്യസ് മൈൻഡോട് സംസാരിക്കാൻ അർത്ഥം. അപ്പോൾ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അതാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിനെ കോൺഷ്യസ് മൈൻഡിനെ സ്ലീപ്പിലേക്ക് എടുത്തിട്ട് നിങ്ങളോട് മാത്രം സംസാരിക്കുന്ന രീതിയിൽ ഇരിക്കുന്നതിനെയാണ് പറയുന്നത് മെഡിറ്റേഷൻ എന്ന്. സിമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ, ഇത് മനസ്സിലായിട്ടൊന്നും അറിയില്ല. പക്ഷേ നമുക്കൊരു മെഡിറ്റേഷനെ ചെയ്യാം, ഒരു മെഡിറ്റേഷൻ ചെയ്യാനറിയാം. ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ ഞാനൊരു ടൂൾ ഇവിടെ തരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ മെഡിറ്റേഷൻ മ്യൂസിക്കൊക്കെ ഇട്ട് ചെയ്യാം. മ്യൂസിക്കിനൊരു പ്രത്യേകതയില്ല. മ്യൂസിക് നിങ്ങളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് മ്യൂസിക്കിൻ്റെ റിതത്തിലേക്ക് നിങ്ങൾ വന്ന് സ്ലോവിലി മ്യൂസിക്കിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക് ഇടുന്നത്. അല്ലാണ്ട് മ്യൂസിക്കിനൊരു മിറാക്കിളൊന്നുമില്ല. ഇനി ഇത് റിലീജിയസ് ആയിട്ടൊന്നുമല്ല. ഇത് പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞ എന്താണ്, റിലീജിയസ് ആയി ഓരോരുത്തരെടുത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇത് റിലീജിയസ് ആയിട്ട് കൊണ്ടുപോകേണ്ട കണ്ടൻറ്റുമല്ല. നമ്മളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഫ്രീക്വൻസിയൊക്കെ ഒന്ന് കുറച്ച്, ഹാർട്ട് ബീറ്റിൽ നിന്ന് കുറച്ച് നമ്മളിലേക്ക് മാത്രം ഇരിക്കുക, സെൻസിനെ ഉൾവലിക്കുക. അപ്പോൾ നിങ്ങൾ മാത്രമായിട്ടിരിക്കും. അതാണ് മെഡിറ്റേഷൻ. ഒബ്വിയസ്ലി നമുക്ക് പ്രമുഖരായിട്ടുള്ള സമൂഹത്തിലുള്ള പ്രമുഖരായ എല്ലാ വ്യക്തികളും തന്നെ ഈ മെഡിറ്റേഷനെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളായിരിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഇപ്പോൾ തന്നെ ഇരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒന്ന് എണീറ്റിട്ട് ഏതെങ്കിലും ചെയറിൽ കംഫർട്ടായിട്ടിരിക്കുക. ആം ചെയർ ആണെങ്കിൽ ആം ചെയറിൽ കംഫർട്ടായിട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നിലത്ത് ഒരു ടവല് വിരിച്ച് ടവലിരിക്കുക. യോഗ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ യോഗ മാറ്റിലിരുന്നിട്ട് ചമ്മണം പടഞ്ഞിരിക്കുക എന്ന് പറയും. ക്രോസ് ലെഗ് ആയിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ ഇരിക്കുക, ചമ്മണം പടഞ്ഞിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം, കഴുത്തിന് നേരെ വയ്ക്കുക. കൈകളെ വലത് കൈയിലേക്ക് ഇടത് കൈ വയ്ക്കുക. നിങ്ങൾക്ക് മെഡിറ്റേഷൻ നേരത്തെ പരിചയം ഉണ്ടെങ്കിൽ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തോളൂ. അതല്ല ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ വലത് കൈയിലേക്ക് ഇടത് കൈ വയ്ക്കുക. ഈ 2 തമ്പിനെയും ഒന്ന് കണക്ട് ചെയ്യുക.
രണ്ട് തമ്പിലെയും ഒന്ന് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ കൈയിനെ മടിയിൽ റെസ്റ്റ് ചെയ്യാം. ഇരിക്കുകയാണെങ്കിലും താഴെ ഇരിക്കുകയാണെങ്കിലും കസേരയിലിരിക്കുകയാണെങ്കിൽ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാലുകളെ പൂർണ്ണമായിട്ടും കസേരയിലിരിക്കുകയാണെങ്കിൽ താഴേക്ക് വയ്ക്കുക, ഇങ്ങനെ പിണഞ്ഞു വയ്ക്കാതിരിക്കുക, ആലോചിക്കുക. ഇതിനർത്ഥം ശരീരത്തിനെ ഫുള്ളായിട്ടും റിലാക്സ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. എവിടെയെങ്കിലും ഒരു കംഫർട്ടായിട്ടിരിക്കുക, ശരീരത്തിനെ ശ്രദ്ധിക്കേണ്ട എന്ന് സെൻസിനോട് പറയാൻ വേണ്ടു, അത്രയേ ഉള്ളൂ. ശരീരത്തിനെ ശ്രദ്ധിക്കേണ്ട, ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങളിൽ നിന്ന് സ്ലീപ്പിലേക്ക് വരികയുള്ളൂ, അതായത് സെൻസ് ഉള്ളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കസേരയിലോ എവിടെയെങ്കിലും നിലത്തോ കംഫർട്ടായിട്ടിരിക്കുക, ചമ്മണം അടഞ്ഞിരിക്കുക. ഇരുന്നതിന് ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് മടിയിൽ വയ്ക്കുക, കഴുത്തിന് നേരെ വയ്ക്കുക, കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓൺലൈനിൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കുക, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തന്നെ വയ്ക്കുക. ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട്. ആ ചിന്തകളുടെ പുറകിൽ പോകാതെ നിങ്ങളിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് സാവധാനത്തിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്വാസം എടുക്കുക, ശ്വാസത്തിന് വിടുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുന്നു, സാധാരണയിൽ ശ്വാസം വിടുക. അങ്ങനെ 2-3 തവണ ശ്വാസം എടുത്തതിന് ശേഷം ശരീരത്തിലേക്ക് അല്പം കൂടുതൽ ശ്വാസം എടുക്കുന്നു. ടേക്ക് എ ഡീപ്പ് ബ്രീത്തിങ്, നല്ലൊരു ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, വീണ്ടും സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ടേക്ക് ഡീപ്പ് ബ്രീത്തിങ്, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ടേക്ക് ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 തവണ കഴിഞ്ഞതിന് ശേഷം ഇനി വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നല്ലൊരു ബ്രീത്ത് എടുക്കുക. എടുത്തതിന് ശേഷം ബ്രീത്ത് എടുക്കാൻ നമ്മൾ ഒരു 6 സെക്കൻഡ് എടുത്തുവെങ്കിൽ വീണ്ടും ഒരു 6 സെക്കൻഡ് ആ ബ്രീത്ത് നമ്മളിൽ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു 8 സെക്കൻഡ് എടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 6 സെക്കൻഡ് അഗൈൻ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഒരു 3 തവണ ചെയ്യാം. വീണ്ടും നമുക്ക് ചെയ്യാം. വീണ്ടും നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ടേക്ക് എ ഡീപ്പ് ബ്രീത്തിങ്, അല്പനേരം ശരീരത്തിൽ ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട്, വീണ്ടും അവിടെ ഹോൾഡ് ചെയ്യുന്നു, വീണ്ടും നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, relax your mind, relax your body. ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ അനുവദിക്കുക. ശരീരത്തിനകത്തുള്ള മൈൻഡിനകത്തുള്ള സകലവിധ ടെൻഷനെയും പ്രയാസങ്ങളെയും പെയിനുകളെയും എല്ലാം വിട്ടൊഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് വരികയാണ്. ശരീരത്തിനെയും മനസ്സിനെയും കൂളാക്കുന്നു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഐ ആം ഗുഡ്, ചുറ്റുമുള്ളതെല്ലാം നല്ലതാണ്, ഞാൻ റിലാക്സ് ചെയ്യുകയാണ്, എൻ്റെ മനസ്സും ശരീരവും വളരെ കൂളായിട്ടിരിക്കുന്നു. ശരീരത്തിനും മനസ്സിനകത്തുള്ള എല്ലാവിധ ടെൻഷനെയും വറീസിനെയും എല്ലാം അയച്ചിടുക, ലൂസായിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. വീണ്ടും ശരീരത്തിലേക്ക് സാധാരണഗതിയിൽ ശ്വാസം എടുക്കാം. ശ്വാസം എടുത്തു വിടുന്നു. ഓരോ തവണ ശ്വാസം എടുത്തു വിടുമ്പോഴും ശരീരം കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. ഡീപ്പ് റിലാക്സേഷൻ, എ ഗുഡ് ഫീലിംഗ്. സാവധാനത്തിൽ മനസ്സിൻ്റെ ശ്രദ്ധയെ കാലുകളിലേക്ക് കൊണ്ടുവരിക. സാവധാനത്തിൽ മനസ്സിൻ്റെ ശ്രദ്ധയെ കാലുകളിലേക്ക് കൊണ്ടുവരിക. കാൽപാദങ്ങളെ പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ അനുവദിക്കുക. കാൽപാദങ്ങളെ പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ അനുവദിക്കുക. കാൽപാദങ്ങളെ, കാലിൻ്റെ വിരലുകളെ, കാലിൻ്റെ ഉപ്പിറ്റിയെ, കാൽപ്പത്തിയെ, കാൽവണ്ണയെ, കാൽമുട്ടുകളെ, തുടയെല്ലിനെ, തുടയിലെ മാംസപേശികളെ, കാലുകൾ പൂർണ്ണമായിട്ടും വിശ്രമാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എ ഗുഡ് ഫീലിംഗ്. റിലാക്സ്, ഡീപ്പ് റിലാക്സേഷൻ. ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എ ഗുഡ് ഫീലിംഗ്. സാവധാനത്തിൽ അരക്കെട്ടിനെ റിലാക്സ് ചെയ്യിക്കാം. അരക്കെട്ടിനെ മസിലുകളെയും വെയിനുകളെയും എല്ലാം റിലാക്സ് ചെയ്യുന്നു. കൂൾ ഫീലിംഗ്. സാവധാനത്തിൽ
സ്പൈനൽ കോഡിനെ റിലാക്സ് ചെയ്യിക്കാം. താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ നട്ടിലിനെ റിലാക്സ് ചെയ്യിക്കുന്നു. താഴെ നിന്ന് ഓരോ കശേരുക്കളെയും റിലാക്സ് ചെയ്തുകൊണ്ട് സാവധാനത്തിൽ മുകളിലേക്ക് പോകുന്നു. 0 വെയിറ്റിലേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. എ ഗുഡ് ഫീലിംഗ്. റിലാക്സ്. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. The entire body is relaxing. Relax your shoulders. 2 കൈകളുടെ ചുമലുകളെയും റിലാക്സ് ചെയ്യിക്കാം. സാവധാനത്തിൽ കൈകളെ റിലാക്സ് ചെയ്യിക്കാം. കൈമുട്ടിനെ, കൈവണ്ണയെ, കൈപ്പത്തിയെ, വിരലുകളെ. ശരീരം പൂർണ്ണമായിട്ടും വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ് റിലാക്സേഷൻ. റിലാക്സ്. സാവധാനത്തിൽ സ്റ്റൊമക്കിനെ റിലാക്സ് ചെയ്യിക്കാം. സ്റ്റൊമക്ക്. വയറിനെ റിലാക്സ് ചെയ്യിക്കാം. നെഞ്ചിനെ റിലാക്സ് ചെയ്യിക്കാം. നെഞ്ചിനെ റിലാക്സ് ചെയ്യിക്കാം. റിലാക്സ് യുവർ നെക്ക്. കഴുത്തിനെ റിലാക്സ് ചെയ്യിക്കാം. റിലാക്സ് യുവർ ബാക്ക് സൈഡ് ഓഫ് യുവർ ഹെഡ്. തലയുടെ പുറകുവശനെ റിലാക്സ് ചെയ്യിക്കുക. റിലാക്സ് യുവർ ഫോർഹെഡ്. നെറ്റി റിലാക്സ് ചെയ്യിക്കാം. കൺപോളകളെ, കൺപീലിയെ, കണ്ണുകളെ, നോസ്, ലിപ്സ്, ചിൻ, ചീക്ക്. ദ entire body is relaxing. കൂൾ ഫീലിംഗ്. ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടേതായ ലോകത്ത് വളരെ കൂൾ ഫീലിങ്ങോടെ ഒരു ഫ്ലോട്ടഡായി കിടക്കുന്ന, വെള്ളത്തിൽ പൊന്തിക്കെടുക്കുന്ന ഒരു താമര പോലെ, ഒരു വഞ്ചി പോലെ ആയിരിക്കുന്നു. ഫ്ലോട്ടഡായി കിടക്കുകയാണ്. ലൈറ്റ് വെയ്റ്റ്. എ ഗുഡ് ഫീലിംഗ്. ആ പുഴയിലൂടെ നമ്മൾ ഒഴുകുകയാണ്. സാധാരണഗതിയിൽ ഒഴുകി കിടക്കുന്നു. ഒരു ഒഴിഞ്ഞ തോണി പോലെ ഒഴുകി കിടക്കുകയാണ്. എ ഗുഡ് ഫീലിംഗ്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിനുള്ളിൽ ഒരു ഒഴിഞ്ഞ തോണി പോലെ കിടക്കുന്ന ആ ഫീലിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗുഡ് ഫീലിംഗ്. റിലാക്സ്. സാവധാനത്തിൽ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. മ്യൂസിക്കിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. മ്യൂസിക് ഈസ് കമ്മിങ്. യു ആർ എൻജോയിങ് ദ മ്യൂസിക്. വെരി ഗുഡ് മ്യൂസിക്. മ്യൂസിക്കിനെ എൻജോയ് ചെയ്തുകൊണ്ട് ആ മ്യൂസിക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. എ ഗുഡ് ഫീലിംഗ്.
ഒരു സുഖകരമായ മൊമെൻറ്റിലൂടെ കടന്നു പോയിരിക്കുന്നു. ശരീരത്തിനും മനസ്സിനും വളരെ കുളിർമയുണ്ട്. വളരെ സുഖകരമായ ഒരു അനുഭവത്തിലൂടെ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ എനർജി ലഭിക്കുന്ന ഫീലിങ്ങോടെ രാവിലെ എണീറ്റ ഉണർവോടെ വളരെ ഉത്സാഹത്തോടെ എനർജറ്റിക്കായിട്ട് വന്നിരിക്കുകയാണ്. എ ഗുഡ് ഫീലിംഗ്. ഞാനൊരു നല്ല വ്യക്തിയാണ്. എൻ്റെ ചുറ്റുമുള്ള എല്ലാം തന്നെ എനിക്ക് അനുകൂലമാണ്. എൻ്റെ ചുറ്റുമുള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ലൈഫിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. ഞാനൊരു നല്ല വ്യക്തിയാണ്. അതിനെനിക്ക് സർവേശ്വരൻ എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ലൈഫിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. അതെ, ദിസ് ഈസ് മൈ ലൈഫ്. ഈ ലൈഫിനെ ഞാൻ നല്ല വിധത്തിൽ എൻജോയ് ചെയ്യും. അതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. എനിക്ക് തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ കേപ്പബിളാണ്. യെസ്, ഞാൻ എന്നും അതിനോട് ദൈവത്തിനോട് കടപ്പെട്ടിരിക്കും, പ്രപഞ്ചത്തിനോട് കടപ്പെട്ടിരിക്കും. യെസ്, എൻ്റെ നന്ദി, എൻ്റെ കൃതജ്ഞത ഞാനിവിടെ അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ, ഏറെ ഉത്സാഹത്തോടെ ഞാൻ നോർമലിലേക്ക് വരികയാണ്. എ ഗുഡ് ഫീലിംഗ്. ശരീരത്തിലേക്ക് സാവധാനത്തിലൊരു ശ്വാസമെടുക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ശ്വാസത്തിനെ വ്യാപിപ്പിക്കുന്നു. ഒരു പ്രത്യേക ഊർജം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഒരു പ്രത്യേക എനർജി, ഒരു വളരെ ആവേശത്തോടുകൂടെ ഒരു പുതിയ വ്യക്തിയായിട്ട് ചുറ്റുള്ള കാര്യങ്ങളെ നല്ല വിധത്തിൽ കാണുന്ന, എൻ്റെ ജീവിതം നല്ലതായി കാണുന്ന, വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉണർവ് എനിക്ക് എത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ തിരിച്ച് നോർമലിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു പുതിയ എനർജിയോടെ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിങ്ങൾ നോർമലിലേക്ക് വരികയാണ്. സാവധാനത്തിൽ ഒരു നല്ല ശ്വാസം എടുത്തുകൊണ്ട്, വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ കണ്ണുകളെ സാവധാനത്തിൽ തുറക്കാവുന്നതാണ്. കണ്ണുകളെ പൂർണ്ണമായിട്ടും തുറക്കുന്നു. ഗുഡ് ഫീലിംഗ്. യെസ്, രണ്ട് കൈകളെയും ഇങ്ങനെ പിടിക്കാം, മുന്നിലേക്ക് പിടിക്കാം. രണ്ട് കൈകളെയും നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്തതിന് ശേഷം കണ്ണിന് മുകളിലൂടെ വെച്ചിട്ട് തലയ്ക്ക് മുകളിലൂടെ കൊണ്ടുവന്നിട്ട് സാവധാനത്തിൽ താടിയിലേക്ക് കൊണ്ടുവരുന്നു. യെസ്, ഗുഡ്. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം കണ്ണുകളിൽ വയ്ക്കുന്നു. കണ്ണിന് മുകളിലൂടെ ഓടിച്ചുകൊണ്ട് താടിയിലേക്ക് കൊണ്ടുവരുന്നു. യെസ്, ഗുഡ് ഫീലിംഗ്. അഗെയിൻ, വൺസ് അഗെയിൻ റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നെറ്റിൽ വയ്ക്കുന്നു. നെറ്റിന് മുകളിലൂടെ കൈകളെ ഓടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുവരുന്നു. യെസ്, ഒരു തവണ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് ക്ലാപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ്. ഒന്ന് സാവധാനത്തിൽ കണ്ണടയ്ക്കൂ. ഒന്ന് മനസ്സിലേക്ക് പോയിക്കൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നോക്കിക്കൂ. സ്വയം നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു? നിങ്ങളുടെ മനസ്സിനകത്തുള്ള വറീസ് എല്ലാം പോയി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് 5, 2, 3 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് തോന്നും. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ബിക്കോസ് ഇതൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിജുവിനേഷൻ നിങ്ങൾ അറിയാതെ വരും. ഒരു പുതുജീവൻ വരുന്നത് പോലെ വരും. അതുകൊണ്ട് ഇത് റെഗുലർ ഹാബിറ്റായിട്ട് ആ ടു ഡു ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മോർണിംഗിൽ രാവിലെ നടന്നു വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാം. അൺവാണ്ടഡ് ആയ തിങ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ പോയിക്കോളും. വറി ആവണ്ടാന്നേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാത്ത കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെ ഏൽപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഈശ്വരനില്ലേ? ഈശ്വരനിലേക്ക് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള കാപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് വരാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അറിയുന്ന കാര്യങ്ങളെ നിങ്ങൾ 100% ചെയ്യുക. അറിയാത്ത കാര്യങ്ങളെ ഏൽപ്പിക്കാൻ പ്രപഞ്ചത്തിനെ കൂട്ടുപിടിക്കുക. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ലൈഫ് സ്മൂത്തായിട്ട് പോകും. അതിന് വേണ്ട ഏറ്റവും നല്ല ടൂളാണ് മെഡിറ്റേഷൻ. ഡു പ്രാക്ടീസ് എവറി ഡേ. താങ്ക് യു. ഈ ലെസനോട് എൻഡ് ചെയ്യാണ്. മറക്കണ്ട എന്ന് അധികം സംസാരിക്കുന്നില്ല. അടുത്ത ലെസണിലേക്ക് വരാം. താങ്ക് യു.